السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി തആലയുടെ റിസാല ഉസൂൽ സുന്ന എന്ന ഗ്രന്ഥമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെക്കുറിച്ചായിരുന്നു. ഉസൂൽ സുന്നത്തി ഇൻദന അത്തമസ്സുക് ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. നമ്മുടെ അടുക്കൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത്, സലഫികളുടെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഏതൊന്നിലായിരുന്നോ, ഏതൊരു ആദർശത്തിലായിരുന്നോ, ഏതൊരു അഖീദയിലായിരുന്നോ, ഏതൊരു വിശ്വാസത്തിലായിരുന്നോ അത് മുറുകെ പിടിക്കലും അവരെ പിൻപറ്റലുമാണ്, അവരെ മാതൃകയാക്കലുമാണ് സുന്നത്തിന്റെ അടിത്തറ. വതർക്കുൽ ബിദ്അഇ, ബിദ്അത്തുകളെ വെടിയലുമാണ്. എന്താണ് ബിദ്അത്ത്? അതിന്റെ ഭാഷാപരമായ അർത്ഥം നമ്മൾ വിശദീകരിച്ചു. അൽ മുഹ്ദസത്തു അലാ ഗൈരി മിസാലിൻ സാബിഖിൻ, അല്ലെങ്കിൽ അൽ ഇഖ്തിറാഉ അലാ ഗൈരി മിസാലിൻ സാബിഖിൻ, മുൻ മാതൃകയില്ലാത്ത ഒരു കാര്യത്തിനാണ് ഭാഷാപരമായി ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഒരു പുതിയ കാര്യം എന്ന അർത്ഥത്തിൽ. അതിന് തെളിവായി സൂറത്തുൽ അഹ്കാഫിലെ 9-ാമത്തെ ഒരായത്ത് തെളിവായി നമ്മൾ ഉദ്ധരിച്ചു. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ 17-ാമത്തെ ആയത്ത്, 117-ാമത്തെ ആയത്ത് നമ്മൾ തെളിവായിട്ട് ഉദ്ധരിച്ചു. ഒന്ന് ബദീഉസ് സമാവാതി വൽ അർദ്, സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. അപ്പൊ മുമ്പ് മാതൃകയില്ലാത്തൊരു കാര്യത്തിന് ഭാഷാപരമായിട്ട് ബിദ്അത്ത് എന്ന് പറയും. ഇതേപോലെ തന്നെ അഹ്കാഫിൽ 9-ാമത്തെ ആയത്ത് ഖുൽ, നബിയെ പ്രഖ്യാപിച്ചു കൊള്ളുക, മാ കുൻതു ബിദ്അൻ മിനർ റുസുലി, ഞാൻ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പുതിയ ഒരാളല്ല. ഇവിടെയും ഭാഷാപരമായ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. എനിക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഞാനൊരു പുതിയ ആളല്ല എന്നർത്ഥം. ആ ഭാഷാപരമായി അതിന്റെ അർത്ഥം ഒരു പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇസ്തിലാഹിയായി അതിന്റെ അർത്ഥം, സാങ്കേതികമായ അതിന്റെ അർത്ഥം ഇമാം അശ്ശാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത് നമ്മൾ ഉദ്ധരിച്ചു. ത്വരീഖത്തുൻ ഫിദ്ദീൻ മുഖ്തറഅ തുലാഹി അശ്ശരീഅ യഖ്സുദു ബിഹാ അത്തഅബ്ബുദു, അത് നമ്മൾ വിശദീകരിച്ചു.
ഒരു ദീനിൽ കണ്ടുപിടിക്കപ്പെട്ട പുതിയതായ ഒരു മാർഗമാണ് അത് ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിലേക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതലായി നേടുന്നതിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ട ദീനിലില്ലാത്ത പുതിയ കാര്യം എന്നതാണ് ഇമാം ഷാത്തബിയുടെ നമ്മളത് വിശദീകരിച്ചു പോയി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ബിദ്അത്തുകൾ രണ്ടിനമാണ്. അൽ ബിദ്അത്തു ഖിസ്മാനി അല്ലെങ്കിൽ ഖിസ്മൈനി അലാ ഖിസ്മൈനി നൗആനി, മൊത്തത്തിൽ രണ്ട് ഇനമാണ്. ഒന്ന് അൽ ബിദ്അത്തു ഫിൽ ആദാതി, അൽ ബിദ്അത്തു ഫിൽ ആദാത്ത്, ആദാത്ത് മൊത്തത്തില് ബിദ്അത്ത് രണ്ട് കാര്യങ്ങൾ, രണ്ട് ഇനങ്ങളാണ്. രണ്ട് ഇനങ്ങളിലാണ് ബിദ്അത്ത്, രണ്ട് ഇനങ്ങളാണ്, രണ്ട് വകുപ്പുകളാണ്. ഒന്ന് അൽ ബിദ്അത്തു ഫിൽ ആദാത്തി, ആദാത്തുകളിലുള്ള ബിദ്അത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അങ്ങനെ നമ്മൾ പുതിയതായി മനുഷ്യൻ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങള് ഇത് ജായിസാണ്. മനുഷ്യന്റെ നിത്യജീവിതത്തിൽ പുതിയ പുതിയ ഉപകരണങ്ങൾ, മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, ഇത് മുബാഹാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ഇത് ജായിസാണ്. നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരുപാട് സംഗതികൾ, ഇത് ജായിസാണ്. അന്നൗഉ സാനി, രണ്ടാമത്തെ ഇനം അൽ ബിദ്അത്തു ഫിദ്ദീനി, ദീനിലുള്ള ബിദ്അത്ത്. ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്, ഇത് പാടില്ല, ഇത് നിഷിദ്ധമാണ്, അത് ഹറാമായിത്തീരും. ആ മൊത്തത്തില് പണ്ഡിതന്മാര് ബിദ്അത്തുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അൽ ബിദ്അത്തു ഫിൽ ആദാത്തി, അത് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ, ദീനിൽ അല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ, അത് ജായിസാണ്. രണ്ട് അൽ ബിദ്അത്തു ഫിദ്ദീനി, മതത്തിൽ പുതിയതായി കണ്ടുപിടിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇതാണ് ഇമാം ഷാത്തബി വിശദീകരിച്ചത്. ഇത് ഹറാമാണ്. ഇനി രണ്ടാമത്തെ ഇനം നമ്മൾ പറഞ്ഞത് അൽ ബിദ്അത്തു ഫിദ്ദീനി, അത് രണ്ടിനുണ്ട്. അൽ ബിദ്അത്തു ഫിദ്ദീനി, മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന പുതിയ കാര്യങ്ങൾ, അത് നൗആനി, രണ്ട് ഇനമാണ്. അത് തന്നെ രണ്ട് രൂപത്തിൽ വരും. അത് രണ്ട് ഇനമാണ്. നൗഉൻ ഇനം, നൗആനി അല്ലെങ്കിൽ ഖിസ്മുൻ ഖിസ്മാനി. ആ മൊത്തത്തില് രണ്ട്. ഒന്ന് അൽ ബിദ്അത്തു ഫിൽ ആദാതി, രണ്ടാമത്തത് അൽ ബിദ്അത്തു ഫിദ്ദീനി, ദീനിലുള്ളത് ഹറാമും ആദാത്തുകളിലുള്ളത് മുബാഹും. ഇനി ഇതിൽ രണ്ടാമത്തത് അൽ ബിദ്അത്തു ഫിദ്ദീനി, അത് തന്നെ എത്ര ഇനമുണ്ട്? രണ്ട് തരമുണ്ട്, രണ്ട് ഇനമുണ്ട്. ഒന്ന് ബിദ്അത്തുൻ ഇഅ്തിഖാദിയ്യ, ബിദ്അത്തുൻ ഇഅ്തിഖാദിയ്യ അല്ലെങ്കിൽ ബിദ്അത്തുൻ ഖൗലിയ്യത്തുൻ ഇഅ്തിഖാദിയ്യത്തുൻ അല്ലെങ്കിൽ ബിദ്അത്തുൻ ഫിൽ ഇഅ്തിഖാദി. എന്തോ ഇതാണ് അതിൽ ഒരു ഇനം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
ബിദ്അത്തുൻ ഖൗലിയത്തുൻ ഇഅ്തിഖാദിയത്തുൻ. അതായത് അൽ ബിദ്അത്തു ഫിൽ ഇഅ്തിഖാദി അല്ലെങ്കിൽ അൽ ബിദ്അത്തു ഫിൽ അഖീദത്തി, അഖീദയിലുള്ള ബിദ്അത്ത്. അതാണ് അതിൽ ഒന്നാമത്തത്. മതത്തിലുള്ള ബിദ്അത്തുകൾ രണ്ട് തരം. മതത്തിൽ പുതിയതായ ബിദ്അത്തുകൾ ഉണ്ടാക്കും. അത് രണ്ട് രൂപത്തിൽ വരും. ഒന്ന് അഖീദയിൽ വരും, അതാണ് ബിദ്അത്തുൻ ഖൗലിയത്തുൻ ഇഅ്തിഖാദിയ അല്ലെങ്കിൽ ബിദ്അത്തുൻ ഫിൽ അഖീദത്തി. ഇതിനുദാഹരണം ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടില്ല ഒരുപാട് കക്ഷികൾ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ച് വേർപെട്ട ഖവാരിജ്, ഖദരിയത്ത്, റാഫിളിയത്ത്, ജഹമിയത്ത്, ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. എന്തിനുള്ള ഉദാഹരണങ്ങളാണ്? മതത്തിലുള്ള ബിദ്അത്ത് രണ്ട് രൂപത്തിൽ സംഭവിക്കാം. ഒന്ന് അഖീദയിൽ സംഭവിക്കാം. അതിന്റെ തെളിവാണെന്ത്? ഖവാരിജുകള്, ഖദരിയത്ത്, അതേപോലെ ഷിയാക്കള്, ഇങ്ങനെ ജഹമിയത്ത്, ഇങ്ങനെയുള്ള അങ്ങനെ അഹ്ലുസുന്നയിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ളതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ ഇനം. രണ്ടാം നൗഉസ്സാനി, മതത്തിലുണ്ടാവുന്ന ബിദ്അത്തുകളിൽ രണ്ടാമത്തെ ഇനം ബിദ്അത്തുൻ ഫിൽ ഇബാദാത്തി. ബിദ്അത്തുൻ ഫിൽ ഇബാദാത്തി. ഇബാദത്ത് അറിയാലോ, മനുഷ്യൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, ഇബാദത്തുകൾ, ആരാധനകൾ, കർമ്മങ്ങൾ, അതിൽ സംഭവിക്കുന്ന ബിദ്അത്ത്. ഇതാണ് അതിൽ രണ്ടാമത്തെ ഇനം. ബിദ്അത്തുൻ ഫിൽ ഇബാദാത്തി. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ബിദ്അത്തുകൾ വരും. അഖീദയിൽ ബിദ്അത്ത് വരും. അതിനുള്ള ഉദാഹരണങ്ങളാണ് അഹ്ലുസുന്നയിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുള്ള കക്ഷികൾ. അതേപോലെ തന്നെ ഇബാദാത്തുകളിൽ ബിദ്അത്ത് വരും. ഇനി അതിൽ മനസ്സിലാക്കേണ്ടത്, മൊത്തത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇഖ്ലാസും, മറ്റൊന്ന് മുതാബഅത്തും, ഇത്തിബാഉം. ഇത്തിബാഅ് 6 കാര്യങ്ങൾ, 6 വിശേഷണങ്ങൾ ഇല്ലെങ്കിൽ എന്താകും? അത് ഇത്തിബാഇനെതിരാകും, അല്ലെങ്കിൽ അത് ബിദ്അത്തായിത്തീരും. മുതാബഅത്ത് അത് സ്വഹീഹായി തീരണമെങ്കിൽ 6 വിശേഷണങ്ങൾ, 6 കാര്യങ്ങൾ അതിന് നിർബന്ധമാണ്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ദീനിലുള്ള ബിദ്അത്തുകൾ രണ്ട് രൂപത്തിൽ വരാം. അഖീദയിൽ വരാം, ഇബാദാത്തുകളിൽ വരാം. ഇബാദാത്തുകളിൽ വരുന്നതാണ് ഇവിടെ 6 രൂപങ്ങൾ, 6 വസ്ഫുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് അന്നൽ മുതാബഅ അല്ലെങ്കിൽ ഇത്തിബാഅ് ലാ തതഹഖഖു, അതുണ്ടായി തീരുകയില്ല, ഇല്ലാ ബി സിത്തത്തി ഔസാഫിൻ, 6 ഗുണങ്ങളില്ലാതെ, 6 വിശേഷണങ്ങളില്ലാതെ. അപ്പൊ 6 വിശേഷണങ്ങളില്ലെങ്കിൽ അതെന്തായി? അത് ബിദ്അത്തായി തീരും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം, ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഷെയ്ഖ് ഉസൈമീൻ, ഇങ്ങനെ പല രൂപത്തിൽ ഷെയ്ഖ് ഉസൈമീന്റെ പല ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം. 6 വിശേഷണങ്ങൾ, 6 വിശേഷണങ്ങളിൽ അത് മതത്തോട് യോജിക്കണം, ഇല്ലെങ്കിൽ അതെന്തായിത്തീരും? ബിദ്അത്തായിത്തീരും. ഒന്ന് പഠിച്ച കണ്ടാണ്. അതിലൊന്നാമത്തത്
കാരണം ഇത് തിരിയാത്തത് കൊണ്ടാണ് ആളുകൾക്ക് എന്താണ് സുന്നത്തിനെയും ബിദഅത്തിനെയും വേർതിരിച്ചറിയാൻ സാധിക്കാതിരിക്കുന്നത്. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. പലതും ദീനിലുള്ളതായിരിക്കും അതിന്റെ അസ്ല്, പക്ഷെ അതിന്റെ കൈഫിയത്ത് ദീനിലുണ്ടാവില്ല. അപ്പൊ സ്വലാത്ത് അത് ദീനിലില്ലേ, മദ്ഹ് ദീനിലില്ലേ, ദിക്ർ ദീനിലില്ലേ, ഇതൊക്കെ ആളുകൾ ചോദിക്കാനുള്ള കാരണം ഇത് തിരിയാത്തതുകൊണ്ടാണ്. അപ്പൊ 6 വസ്ഫുകളാണ്, 6 ഔസാഫുകൾ, 6 രീതികൾ. അത് മതത്തിനോട് യോജിച്ചു വരണം. യോജിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് വിദഅത്തായി തീരും. ഒന്നാമത്തത് അൻ തകൂനൽ ഇബാദത്ത് മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫി സബബിഹ. സബബ് അൻ തകൂനൽ ഇബാദത്തു, ഇബാദത്തായിരിക്കണം ഒരാൾ ചെയ്യുന്ന അമല്, കർമ്മം, അത് മുവാഫഖത. എന്താ മുവാഫഖ കാരണം? ശരീഅത്തിനോട് യോജിച്ചതായിരിക്കണം. ഏത് കാര്യത്തിൽ? സബബ്. ഒന്നാമത്തേതാണ് സബബ്. ഫി സബബിഹ. നിങ്ങൾ പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി. ഒന്ന്, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമല്, കർമ്മം, ഇബാദത്ത്, അത് ശരീഅത്തിനോട് യോജിക്കണം. ഏത് കാര്യത്തില്? സബബ്. സബബ് പറഞ്ഞാല് കാരണം, അതായത് അത് മതത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ അതെന്താണ്? ഫഹുവ റദ്ദുൻ. ഇല്ലെങ്കിൽ അത് തള്ളണം. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് എന്ന പേരിൽ അങ്ങനൊരു ഇബാദത്ത്, അങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലില്ല. പ്രവാചക സ്നേഹം എന്ന പേരിൽ, അല്ലെങ്കിൽ ഹുബ്ബുൻ നബി, നബിനെ സ്നേഹിക്കണം. പക്ഷെ ഈ രൂപത്തിലുള്ള മൗലിദാഘോഷങ്ങൾ ഇസ്ലാമിലില്ല. അപ്പൊ സബബില് വേണം, സബബിനോട് യോജിക്കണം. ഇസ്ലാം അത് പഠിപ്പിക്കണം. ഖുർആനിലുണ്ടാകണം, അല്ലെങ്കിൽ ഹദീസിലുണ്ടാകണം, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടാകണം. ഒന്നാമത്തെ അപ്പൊ സബബാണ്, സബബിനോട് യോജിക്കണം. ഇല്ലെങ്കിൽ അതെന്തായി? വിദഅത്തായി തീരും. അതിനൊരു ഉദാഹരണമാണ് മൗലിദ്. അൽ ഇഹ്തിഫാലു ബി മൗലിദിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദ് ആഘോഷം. അപ്പൊ ഇതാണ് ഒന്നാമത്തത്, സബബ്, അതിന്റെ കാരണം. രണ്ടാമത്തത് അൻ തകൂനൽ ഇബാദത്ത് മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫി ജിൻസിഹ. ജിൻസില് ശരീഅത്തിനോട് യോജിക്കണം. വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ജിൻസ് എന്താ? ജിൻസ് ഇനം, വർഗം, തരം എന്നൊക്കെ പറയല്ലോ, അതാണ് ജിൻസ്. ആ ജിൻസിലും യോജിക്കണം. ഇത് പഠിക്കാത്തത് കൊണ്ട് പല സംശയങ്ങളുണ്ടാകാറുണ്ട്. അൻ തകൂനൽ ഇബാദത്തു മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫീ ജിൻസിഹ. ഒന്നാമത്തത് സബബ്, രണ്ടാമത്തത് ജിൻസിൽ യോജിക്കണം, ശരീഅത്തിനോട് യോജിച്ചു വരണം. ഉദാഹരണം, ബലി, ഉളഹിയത്ത്. ഒരാളൊരു ഫറസ്, കുതിര ബലിയർത്തു, അത് ശരീഅത്തിനെതിരാണ്. അല്ലെങ്കിൽ ഒരു കോഴി ബലിയർത്തു, അത് ശരീഅത്തിന് എതിരാണ്, അത് ബിദ്അത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ആരും കുതിരനെ ഇറക്കാത്തത്, അല്ലെങ്കിൽ കോഴിനെ ഇറക്കാത്തത്. ആട്, മാട് അതേ പറ്റുള്ളൂ. ഒട്ടകം, പോത്ത്, ആട് ഇതൊക്കെ പറ്റുള്ളൂ. ജിൻസിൽ യോജിക്കണം. ചില ആളുകൾക്ക് അത് സംശയമാണ്, എന്താ കോഴിനർത്ഥോടെ, കുതിരനർത്ഥോടെ, ആനനർത്ഥോടെ. ഇതാണ് രണ്ടാമത്തത്. ജിൻസിൽ യോജിക്കണം, ശരീഅത്തിനോട് പഠിപ്പിച്ചതായിരിക്കണം. അതിനെതിരായി വന്നാൽ അത് വഹുവ റദ്ദുൻ, അത് തള്ളപ്പെടും. മൂന്നാമത്തത് അൻ തകൂനൽ ഇബാദത്തു മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫീ ഖദ്രിഹാ. അതിന്റെ ഖദറിൽ യോജിക്കണം. ഖദർ, അതിന്റെ തോത്, എണ്ണം, കണക്ക്. മൂന്നാമത്തത് അതാണ്, ഖദറിൽ യോജിക്കണം. ഖദർ അത് ശരീഅത്ത് പഠിപ്പിച്ചത് എന്താണോ അതേ പാടുള്ളൂ. അതിനെതിരായിട്ട് വന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് ബിദ്അത്തായിട്ട്.
ഉദാഹരണമായിട്ട് ഒരാൾ ളുഹർ 5 റക്അത്ത് നിസ്കരിച്ചു, മഗ്രിബ് 4 റക്അത്ത് നിസ്കരിച്ചു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതൊക്കെ എന്താകും? ശരീഅത്തിന് എതിരാണ്. അത് ഏത് കാര്യങ്ങളും, ഹജ്ജിന്റെ, ഉംറയുടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്തുകളും അങ്ങനെ തന്നെ അതിന്റെ ഖദറിൽ ശരീഅത്തിനോട് യോജിച്ചു വരണം. ദിക്റുകളുടെ ദുആകളുടെ ഒക്കെ കാര്യം അങ്ങനെ തന്നെ, നബി പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് മൂന്നാമത്തത്. നാലാമത്തത് അൻ തകൂനൽ ഇബാദത്തു മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫീ കൈഫിയ്യതിഹാ. കൈഫിയത്ത് എന്താ? അതിന്റെ രൂപം, അത് എങ്ങനെ അതിന്റെ രൂപം, അത് ശരീഅത്ത് പഠിപ്പിച്ചെന്ന രൂപമുണ്ട്, അതിനെതിരാകാൻ പാടില്ല. ആ രൂപത്തിന് എതിരാവരുത്. പുതിയ രൂപം അതിനുണ്ടാക്കുമ്പോൾ അതെന്തായി? അത് വിദേഹത്തായി തീരും. പെരുന്നാളിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു, തക്ബീർ എന്നുള്ളത് അസ്ല് സ്ഥിരപ്പെട്ടതാ, പക്ഷെ അല്ലാത്ത രൂപം ഉണ്ടാക്കുമ്പോൾ അത് വിദേഹത്തായി തീരും. ഇതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ സംഭവം നമ്മൾ പഠിച്ചു. പള്ളിയിൽ കുറച്ച് ആളുകൾ വട്ടം കൂടി കുത്തിരുന്ന് ഹൽക്ക സംഘടിപ്പിച്ചല്ലോ. എന്നിട്ട് അവരുടെ കയ്യിലുള്ള കല്ലുകൾ കൊണ്ട് എണ്ണം പിടിച്ചിട്ട് പ്രത്യേകമായ രീതിയിൽ, സംഗതി അസ്ലിൽ സ്ഥിരപ്പെട്ടതാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. പക്ഷെ ശറഅ് പഠിപ്പിക്കാത്തൊരു കൈഫിയത്ത് അവരുണ്ടാക്കിയപ്പോൾ അത് വിദഅത്തായി. ആ കൈഫിയത്ത് അത് യോജിക്കണം. അതൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ, അന്നുള്ള പല വിഷയങ്ങളും നമുക്ക് ഈ ബേസിക്കിൽ വെച്ചിട്ട് പരിശോധിച്ചാൽ അത് വിദഅത്താണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമല്ല. ഒരുപാട് നോമ്പുകൾ, ഒരുപാട് ആരാധനകൾ, ഒരുപാട് നിസ്കാരങ്ങൾ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നാലാമത്തെ അതാണ് കൈഫിയത്തില്. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു രൂപം ഉണ്ടാവും. വുളു, നിസ്കാരം, അതിനൊക്കെ എന്തിന്റെ ഒരു തർത്തീബുണ്ട്. ആ തർത്തീബിന് അത് എതിരായാല് അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് വിദഅത്തായി തീരും. അഞ്ചാമത്തത് അൻ തകൂനൽ ഇബാദത്തു മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫി സമാനി. സമാൻ എന്താ? സമാൻ കാലം, സമയം, ടൈം. ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്, ആ സമയത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാലോ. ആ സമയത്തിന് അത് ചെയ്യണം, ഇല്ലെങ്കിലോ അത് ശരീഅത്തിനെതിരാണ്, അത് വിദഅത്താണ്. ഹജ്ജ്, അതിനൊരു സമയമുണ്ട്. ഒരാൾ റമദാനിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഒരാൾ ശവ്വാലിൽ നിർബന്ധ നോമ്പ് നോൽക്കാൻ പറ്റുമോ? ഒരാൾ ളുഹർ നിസ്കരിക്കാണ്, സുബ്ഹിന്റെ ടൈം, അത് പറ്റുമോ? ഇല്ല. അങ്ങനെ ഓരോന്നിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് സമാൻ. ഓരോ ഇബാദത്തിനും ആ സന്ദർഭത്തിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ശരീഅത്തിനെതിരായി തീരും, അത് ഒരു പുതിയ കാര്യമായി തീരും, മതത്തിൽ ചെയ്യുന്ന ബിദ്അത്തായി തീരും. ആറാമത്തത് അൻ തകൂനൽ ഇബാദത്തു മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫീ മകാനിഹാ. മക്കാൻ ശരീഅത്തിനോട് യോജിച്ചു വരണം. നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥലം, സന്ദർഭം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ അത് ചെയ്യൽ നിർബന്ധമാണ്. അതിൽ ശരീഅത്തിനോട് യോജിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് ബിദ്അത്തായി തീരും, അത് ഹറാമായി തീരും, അത് നിഷിദ്ധമായി തീരും. മക്കാൻ അൻ തകൂനൽ ഇബാദത്തു മുവാഫഖതൻ ലിശ്ശരീഅത്തി ഫീ മകാനിഹാ. മക്കാൻ, ഉദാഹരണമായിട്ട് അറഫ, അത് അവിടെ തന്നെ നിന്നോളണം. അതേപോലെ തന്നെ മുസ്ദലിഫ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള മക്കാനുണ്ട്. ആ മക്കാനില് അത് ചെയ്തെങ്കിൽ അത് സ്വഹീഹായിട്ട് തീരുള്ളൂ, അല്ലെങ്കിൽ അത് ശറഅനെതിരായി തീരും, അത് ബിദ്അത്തായി തീരും. ഈ 6 കാര്യങ്ങളാ പറഞ്ഞു.
ഈ 6 കാര്യങ്ങളിൽ ശർഅനോട് യോജിക്കണം, ശർഅനോട് യോജിച്ചു വരണം. ഇല്ലെങ്കിൽ അത് ശർഅന് വിരുദ്ധമായി തീരും, അത് ബിദ്അത്തായി തീരുകയും ചെയ്യും. ഏതൊക്കെ 6 കാര്യങ്ങൾ പറഞ്ഞത്? ഒന്ന്, സബബ്, അടിസ്ഥാനപരമായി തന്നെ അത് ശർഅയിൽ ഉണ്ടാകണം, അതിന്റെ കാരണം. 2, അതിന്റെ ജിൻസ് എന്നതുകൊണ്ട് ആ ഇനം, ആ വർഗം, അതാണ് ജിൻസ്, ആ വകുപ്പ്. 3, ഖദരിഹ, അതിന്റെ തോത്, എണ്ണം. കൈഫിയത്ത്, അതിന്റെ രൂപം, അതിന്റെ ഭാവം, അതിന്റെ കോലം, അതാണ് കൈഫിയത്ത്. പിന്നെ സമാൻ, സമയം, ടൈം. അതൊരു ആരാധനയ്ക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് അത് ചെയ്യുമ്പോൾ മാത്രമേ അത് ഇബാദത്തായി തീരുള്ളൂ. മക്കാൻ, അതിന്റെ സ്ഥലം. ഈ 6 സിഫത്തുകൾ ഇത് പൂർത്തിയാകണം, ഇത് നിർബന്ധമാണ്. ഇതാണ് ശരിക്കും മുത്താബഅത്ത്, ഇത്തിബാ റസൂൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാണ് സാധാരണ നമ്മൾ പറയലുണ്ട്, ഒരു കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് 2 അസ്ലുകളാണ്. ഒന്ന് ഇഖ്ലാസ്, തൗഹീദ്. 2 ഇത്തിബാ. ആ ഇത്തിബാ ഇതാണ്. ഈ 6 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പൂർത്തീകരിക്കപ്പെടണം. ഇല്ലെങ്കിൽ അതെന്തായിത്തീരും? ഇത്തിബാനെതിരായിത്തീരും, അത് ബിദ്അത്തായിത്തീരും. ഇനി എല്ലാ ബിദ്അത്തുകളും അതെന്താണ്? ലലാലത്താണെന്ന് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ബിദ്അത്തുകളാകട്ടെ, അത് അഖീദയിൽ വരുന്നതാകട്ടെ, ഇബാദത്തുകളിൽ വരുന്നതാകട്ടെ, അതൊക്കെ എന്താണ്? ലലാലത്താണ്. എല്ലാ ബിദ്അത്തുകളും. ചില ആളുകൾ നല്ല ബിദ്അത്ത്, ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ എന്ന് വേർതിരിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. അതിന് ചില ആളുകൾ തെളിവ് പറയാറുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു വാചകമാണ്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇനുണ്ട്. ചീത്ത ബിദ്അത്തുകളെയാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത്. ബിദ്അത്തുൻ സയ്യിഅ, ബിദ്അത്തുൻ ഹസന. യഥാർത്ഥത്തിൽ അങ്ങനെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊന്നും ബിദ്അത്തിന് എന്ത് ചെയ്തിട്ടില്ല? നിർവഹിച്ചിട്ടില്ല. അത് തെറ്റാണ്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പ് ഇല്ല. അതിനവര് തെളിവ് പിടിക്കുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ വാചകാണ്. തറാവീഹിനെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, എന്ത്? നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. അതാണ് അവര് തെളിവായിട്ട് പിടിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അവർക്കുള്ള തെളിവല്ല. ഉമർ റളിയല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 3 ദിവസം തറാവീഹ് പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിച്ചു, പിന്നീട് വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ നടന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങള് പള്ളിയിൽ വ്യത്യസ്തമായി നിസ്കരിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ അവർ ഒരുമിച്ച് കൂട്ടി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് എത്ര നല്ല ബിദ്അത്ത്. ഈ വാചകം പിടിച്ചിട്ടാണ് ഇസ്ലാമിൽ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സകല ബിദ്അത്തുകളെയും ചില ആളുകൾ ന്യായീകരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നബിദിനാഘോഷം, ചില പ്രത്യേകമായ നോമ്പുകള്, ചില പ്രത്യേകമായ നിസ്കാരങ്ങള്, അതൊക്കെ നല്ലതാണ്. എന്റെ തെളിവെന്താ വെച്ചാൽ ഉമർ റളിയല്ലാഹുവിന്റെ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇതത്ര നല്ല ബിദ്അത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വാചകം പിടിച്ചിട്ട് യഥാർത്ഥത്തിൽ ഷാഫി ഫുഖഹാക്കൾ പോലും അതിനെ എതിർത്തിട്ടുണ്ട്. അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു അവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ദീനിൽ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്ത് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ലുഗവിയായ ബിദ്അത്തിനെ സംബന്ധിച്ചാണ് ഉമർ റളിയല്ലാഹു അവിടെ പറഞ്ഞത്. ഭാഷാപരമായ ബിദ്അത്ത്, അതാണ് ഉമർ റളിയല്ലാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന വാചകം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ബിദ്അത്തുൻ ലുഗവിയ്യ. അത് പ്രത്യേകം മനസ്സിലാക്കണം. ബിദ്അത്തുൻ
ലുഗവിയാണ്. അത് ബിദ്അത്തുൻ ശർഇയ്യ അല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താ ലുഗവിയ? ലുഗത്ത് ഭാഷ, ലുഗവിയ ഭാഷാപരമായ ബിദ്അത്ത്, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പുതിയൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ല. തറാവി നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് ജമാഅത്തായിട്ട് ചെയ്യാന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പിന്നെ ഉമർ റളിയല്ലാഹു ചെയ്തത് എന്താ? നിന്നുപോയൊരു സുന്നത്തിനെ പുനർജീവിപ്പിച്ചു, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു പുതിയ കാര്യം എന്ന അർത്ഥത്തിൽ ഒരു ഭാഷാപരമായ ഒരു പ്രയോഗം. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ചെയ്തിട്ടുള്ളൂ. പിന്നീട് അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ഒരു സുന്നത്തിനെ അദ്ദേഹം പുനർജീവിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം തറാവീഹ് നിസ്കാരത്തെ കൊണ്ടുവന്നു. അതൊരു പുതിയ ഒരു കാര്യം, ആ അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞത്. അത് ശർഇലുള്ള ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് എന്നുള്ളതിന് അത് തെളിവാക്കാനും പറ്റൂല. അതെന്താണ്? ബിദ്അത്തുൻ ലുഗവിയ്യ. നമുക്ക് പുതിയൊരു കാര്യം കണ്ടാൽ നമുക്ക് എന്താ പറയാ? നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ആ അർത്ഥത്തെ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി അത് ബിദ്അത്തുൻ ലുഗവിയ്യ ആണ്, അത് ശർഇയായ ബിദ്അത്തല്ല എന്നുള്ളത് ആര് പറഞ്ഞതാ? അതുകൂടി മനസ്സിലാക്കിക്കോ. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. അപ്പോ അത് ലുഗവി ആയിട്ടുള്ള ബിദ്അത്താണ്. ഇതാര് പറഞ്ഞതാ? ഉമർ റളിയല്ലാഹുവിന്റെ ഈ വാചകം ശർഇൽ, ദീനിൽ, മതത്തിൽ പുതിയ ആചാരങ്ങളും അനാചാരങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടാക്കുന്നതിന് തെളിവല്ല. അങ്ങനെ ആരും തെളിവ് പിടിക്കാൻ നോക്കണ്ട. അത് ലുഗവി ആയിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇബ്നു കസീർ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഏത് ബദീഉസ് സമാവാതി വൽ അർള് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, വൽ ബിദ്അത്തു അലാ കിസ്മൈൻ, ബിദ്അത്ത് 2 ഇനമുണ്ട്. ബിദ്അത്ത് അലാ കിസ്മൈൻ. താറത്തൻ തകൂനു ബിദ്അത്തുൻ ശർഇയ്യ, അദ്ദേഹം പറയുന്നു ഒന്ന് ശർഇയായ ബിദ്അത്ത്. എന്നിട്ട് അദ്ദേഹം ആ ഹദീസുകൾ കൊണ്ടുവന്നു, ഫഇന്ന കുല്ല മുഹദ്ദസത്തിൻ ബിദ്അ എന്നുള്ള ഹദീസ്. വതാറത്തൻ തകൂനു ബിദ്അത്തുൻ ലുഗവിയ്യ, ചിലപ്പോൾ എന്തായിത്തീരും? ലുഗവിയായ ബിദ്അത്തായിത്തീരും. അതായത് കേവലം ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമായിരിക്കും. കഖൗലി അമീരിൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഏതുപോലെ ഭാഷാപരമായ ബിദ്അത്തിന് അദ്ദേഹം തെളിവായി കൊണ്ടുവരുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം അൻജംഇ ഇയാഹും അലാ സ്വലാത്തി തറാവീഹി വസ്തിമ്റാരിഹിം, അദ്ദേഹം തറാവീഹ് നമസ്കാരം പുനഃസംഘടിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി. അപ്പൊ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകം തെളിവായിട്ട് കൊണ്ടുവരുന്നത് മതത്തിൽ ഒരു കാര്യം പുതിയതായി ചെയ്യാം, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടല്ല, മറിച്ച് എന്താണ്? അതൊരു പ്രയോഗം മാത്രമാണ്, ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്. ആ ബിദ്അത്ത് 2 രൂപത്തിലുണ്ടാവും. ഒന്ന് ശർഇയ്യ, അതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. പിന്നെ ഒന്നുണ്ടാകും ലുഗവിയ്യ, അതിന് തെളിവായിട്ടാണ് ഇബ്നു കസീർ ഉമർ റളിയല്ലാഹുവിന്റെ വാചകം കൊണ്ടുവന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ബദീഉസ് സമാവാതി വൽ അർള് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, വഅമ്മാ മാ വഖാ ഫീ കലാമി സലഫി, സലഫുകളുടെ വാക്കുകളിൽ ചിലപ്പോൾ കാണാം, മിൻ ഇസ്തിഹ്സാനി ബഅലൽ ബിദഅ, ചില ബിദഅത്തുകളെ അവർ നല്ലതായി പറഞ്ഞതായിട്ട് കാണാം. ഫൈനമ ദാലിക ഫിൽ ബിദഅൽ ലുഗവിയ്യ ലാ അശ്ശർഇയ്യ. കണ്ടോ, അതുകൊണ്ട് അവരുദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ലുഗവി ആയിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ്, ലാ അശ്ശർഇയ്യ. അതെന്തല്ല? ശർഇലുള്ള ബിദഅത്തല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലുഗവി ആയിട്ടുള്ള ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്. ഫമിൻ ദാലിക, അതിന്റെ തെളിവാണ് ഖൗലു ഉമർ റളിയല്ലാഹു അൻഹു. കണ്ടോ, ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. അതിന്റെ തെളിവാണ് എന്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ
വാചകം. ലമ്മാ ജമഅൻ നാസ ഫീ ഖിയാമി റമളാൻ അലാ ഇമാമിൻ വാഹിദിൻ ഫിൽ മസ്ജിദി വഖറജ വറആഹും യുസല്ലൂൻ കദാലിക ഫഖാല നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി. അദ്ദേഹം തറാവീഹിന് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ പള്ളിയിൽ വെച്ച് അത് ജമാഅത്തായിട്ട് സംഘടിപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം അത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി എന്ന് പറഞ്ഞു. ഇത് ലുഗവി ആയിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള വിദേഹത്തിന് തെളിവാണ്, അതല്ലാതെ ശറഇൽ ഒരു വിദേഹത്ത് ഉണ്ടാക്കാം എന്നുള്ളതിന്റെ തെളിവല്ല എന്ന് ഇബ്നു റജബും എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശദീകരിക്കുന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി, അതേപോലെ തന്നെ ഇമാം ഷാത്തബി, ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള കാരണം വിദേഹത്തിന്റെ കാര്യം വരുമ്പോ നല്ല വിദേഹത്ത് അതേപോലെ ചീത്ത വിദേഹത്ത് അതൊക്കെ ഒഴിവാക്കണം. എന്നാൽ നല്ല വിദേഹത്ത് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ സമർത്ഥിക്കാറുണ്ട്. അതിന് തെളിവായിട്ട് അവർ പിടിക്കാറുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ ഈ വാചകമാണ്. അതിൽ യഥാർത്ഥത്തിൽ ഒരു തെളിവില്ല. അദ്ദേഹം പുതിയതായിട്ടൊരു കാര്യവും അവിടെ ചെയ്തിട്ടില്ല. അത് ഭാഷാപരമായിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ വിദ്യാർത്ഥികളും എന്താ അതിന്റെ സ്ഥിതി? വിദ്യാർത്ഥികൾ എന്തോ ആകട്ടെ, അത് അഖീദയിലോ നമ്മുടെ കർമ്മങ്ങളിലോ മുആമലാത്തുകളിലോ ഇതല്ലാത്ത കോലത്തിലൊക്കെ വിദ്യാർത്ഥികൾ വരുമെന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കേണ്ടതാണ് ഒരുപാട് വേറെ ഇനങ്ങളെ കുറിച്ച്. ഉദാഹരണമായിട്ട് ആദാത്തുകൾ, അതില് നിയ്യത്ത് പ്രവേശിപ്പിച്ചാൽ അത് വിദഅത്തായിത്തീരുന്നത്, അങ്ങനെ ഒരു വകുപ്പുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്തിനും ഒരു കാര്യം ചെയ്യാമായിരുന്നു, അത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ചെയ്യാതിരിക്കാനുള്ള ഒരു തടസ്സവും അവർക്ക് ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവരത് ചെയ്തില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്തായിത്തീരും? അത് വിദഅത്തായിത്തീരും. ഇങ്ങനെ അതിന്റെ പിന്നെ പല വകുപ്പുകൾ വേറെ നമ്മളത് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ശരീഅത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത ആ വിദ്അത്തുകൾ, അത് അഖീദയിലാകട്ടെ മുആമലാത്തുകളിലാകട്ടെ ഇബാദാത്തുകളിലാകട്ടെ ഏത് വിഷയങ്ങളിലാകട്ടെ, മൊത്തത്തിൽ അതിന്റെ സ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബ, ഏത് ഖുതുബ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ഇന്ന അസ്തഖൽ ഹദീസി കിതാബുല്ലാഹ് വഅഹ്സനൽ ഹദീ ഹദിയു മുഹമ്മദിൻ വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ. ഇതാണ് പഠിച്ചേക്കേണ്ട ഭാഗം. വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, അർത്ഥം കാര്യങ്ങളിൽ വെച്ച് ഷർറ്, മുഹ്ദസാതുഹാ എന്താണ്? പുതിയതായി ഉണ്ടാക്കപ്പെടുന്നതാണ്. അതാണ് കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായത്. പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്, മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഷർറാണെന്നാ പഠിപ്പിച്ചത്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതെന്താണ്? ബിദ്അ, അത് ബിദ്അത്താണ്. നമ്മൾ കാണാതെ പഠിച്ചേക്കേണ്ടതാണ്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ, ഇങ്ങനെ പുതിയതായിട്ടുണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, വകുല്ലു ഉണ്ടോ, എല്ലാ കാര്യങ്ങളും. അപ്പൊ നല്ല വിദഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പില്ല. കുല്ലു മുഹദസത്തിൻ, മതത്തിൽ ഉണ്ടാക്കപ്പെടുന്ന എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അ, അത് ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഇനി നസായിന്റെ റിപ്പോർട്ടിൽ വേറൊരു വാചകം കൂടി വന്നിട്ടുണ്ട്. എന്താ? വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും നരകത്തിലാണ്. ഒന്നുകൂടി, വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഷർറായത് ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തുകളും, പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ ബിദ്അത്തുകളും ളലാല, അതെന്താണ്? ളലാലത്താണ്, ദുർമാർഗമാണ്, വഴികേടാണ്. അത് മുസ്ലിം. ഇനി നസായിൽ വന്നിട്ടുള്ളതിന്റെ വേറൊരു ഇത്, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തുകളും അത് നരകത്തിലുമാണ്. അപ്പോ ഇതാണ് മൊത്തത്തിൽ ബിദ്അത്തുകളോടുള്ള
സമീപനം. ഇതേപോലെ തന്നെ മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ വന്നത് മൻ അഹ്ദസ, പഠിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് ഹദീസിന്റെ നിവേദനം. അവർ പറഞ്ഞു, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതൊക്കെ കാണാതെ പഠിച്ചേക്കണം. മൻ അഹ്ദസ, ആരാണോ പുതിയൊരു കാര്യം ഉണ്ടാക്കിയത്, ഫി അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ, നമ്മുടെ ഈ മതത്തിൽ, നമ്മുടെ ഈ ദീനിൽ, മാ ലൈസ മിൻഹു, അതിലില്ലാത്തത് ആരാണോ നമ്മുടെ മതത്തിൽ പുതിയതായി ഉണ്ടാക്കിയത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് തള്ളേണ്ടതാണ്. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ അത്, അതിന്റെ സ്ഥാനം ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും അത് തള്ളപ്പെടേണ്ടതാണ്. അത് ബുഖാരി മുസ്ലിമും കൂടി ഉദ്ധരിച്ചതാണ്. ഇനി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ മാത്രം വന്നത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. അതിൽ വ്യക്തമായി തന്നെ വന്നു, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമല് ചെയ്തു. മൻ അമില അമലൻ, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമല് ചെയ്തു, ലൈസ അലൈഹി അംറുനാ, ആ അമല് ചെയ്യുന്നതിന്റെ എന്തില്ല, നമ്മുടെ കൽപ്പന അല്ല, നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരമല ആരെങ്കിലും ചെയ്താൽ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ്. അത് ഓരോന്നും അതിന്റെ ഇനങ്ങൾ വേറെ വേറെ വേർതിരിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നല്ല വിദേഹത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനം ഇല്ലാന്നർത്ഥം, അത് ഏത് അമലാകട്ടെ. അപ്പൊ അതിന് തെളിവായിട്ട് ചില ആളുകൾ തെളിവ് വിളിക്കുന്നതാണ് ഉമറുല്ലാന്റെ വാചകം, അതിൽ തെളിവില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഖുർആൻ ക്രോഡീകരണം, ഉസ്മാനുല്ലാന്റെ കാലത്തുണ്ടായിരുന്ന ബാങ്ക്, ഇതൊന്നും ആ വകുപ്പക്ക് വരുന്നതല്ല എന്നർത്ഥം. അത് സ്വഹാബത്തിന്റെ അംഗീകാരമുള്ളതാണ്, അത് വേറെ വിഷയത്തെ നമ്മൾ പഠിക്കേണ്ടതാണ്. മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കൽപ്പനയിലില്ലാത്ത, നമ്മുടെ ഈ മതത്തിലില്ലാത്ത ഒരു അമല് ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇതാണ് മൊത്തത്തിൽ ബിദ്അത്തുകളോടുള്ള നമ്മുടെ സമീപനം. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫകുല്ലു മൻ അഹ്ദസ, അതുകൊണ്ട് എല്ലാം, ആരാണോ പുതിയതായി, മൻ അഹ്ദസ ഷൈഅൻ, ഒരു പുതിയൊരു കാര്യം ഉണ്ടാക്കി, വനസബഹു ഇല ദീനി, എന്നിട്ട് ദീനിലേക്ക് അത് ചേർത്തു, വലം യകുല്ലഹു അസ്ലും മിന ദീനി യർജിഉ ഇലൈഹി, എന്നാൽ ദീനിലാകട്ടെ അതിനൊരു അസ്ലും ഇല്ല, ഫഹുവ ലലാല, അത് ലലാലത്താണ്. വദ്ദീനു മിൻഹു ബരിയുൻ, ദീന് അതിൽ നിന്ന് മുക്തമാണ്, കാരണം ദീനിൽ ആ സംഗതി ഇല്ല. ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളെ മൊത്തത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞാണ്. അപ്പോ ഇതാണ് അഹ്ലുസുന്നയുടെ അടിത്തറയായിക്കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമതായിട്ട് വിശദീകരിച്ചത്. വതർക്കുൽ ബിദ്അ, ബിദ്അത്തുകളെ വെടിയണം, ഉപേക്ഷിക്കണം. വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ദലാല, ഹദീസിന്റെ വാചകം തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. വകുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തുകളും, അത് ഫഹിയ ദലാല, അതെന്താണ്, അത് ദലാലത്താണ്, അത് ദുർമാർഗമാണ്, അത് വഴികേടാണ്. അപ്പോ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് വായിക്കണം. ഒന്ന്, അദ്ദേഹം ഉസൂലുസുന്ന, അതിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറയായിക്കൊണ്ട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ അഖീദയും അവരുടെ വിശ്വാസം, അവരുടെ നിലപാട്, അവരുടെ ആദർശം, ആ ആദർശം മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. അതിന്റെ കൂടെ അദ്ദേഹം ചേർത്ത് പറഞ്ഞു ബിദ്അത്തുകളെ വെടിയണം, കാരണം എല്ലാ ബിദ്അത്തുകളും ദലാലത്തുകളാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം വരുന്നത് സ്വഹാബത്തിന്റെ ആ മാർഗം, സ്വഹാബത്തിന്റെ അഖീദ, ആ അഖീദ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതെന്താകും,
അഹ്ലുസുന്നന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ട് അഹ്ലുൽ ബിദ്അന്റെ മാർഗത്തിൽ എത്തിച്ചേരും. അത് രണ്ടും തമ്മിൽ ബന്ധമുള്ള കാര്യമാണ്. ഒന്നാമത്തത് നിർബന്ധം, അതില്ലെങ്കിൽ എന്താകും? വതർക്കുൽ ബിദ്അ, ആ ബിദ്അത്തുകളെ വെടിയലും നിർബന്ധമാണ്. കാരണം എല്ലാ വിദഗ്ധകളും ദലാലത്താണ്. ആ വിദഗ്ധകളിലേക്ക് ഒരാൾ ചെന്നു ചേരുന്നത് എങ്ങനെയാണ്? ആ സ്വഹാബത്തിന്റെ മാർഗം, ആ സലഫുകളുടെ ആദർശം, അതിൽ നിന്ന് ഒരാൾ വിട്ടാൽ, ആ ആദർശത്തെ ഒരാൾ വെടിഞ്ഞാൽ അയാൾ ഒടുക്കെത്തിച്ചേരുന്നത് എടുക്കായിരിക്കും? അത് ബിദ്അത്തിലേക്കായിരിക്കും. ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ബിദ്അത്തിന്റെ കക്ഷികൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായി തീർന്നത് ഇങ്ങനെയാണ്. ഈ അടിസ്ഥാനപരമായി തത്വം അവര് മാറ്റിവെച്ച സന്ദർഭത്തിലാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ മൻഹജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സബീല്, ഇതാണ് നമ്മുടെ നിലപാട്. സ്വഹാബത്തിന്റെ വിശ്വാസം, സ്വഹാബത്തിന്റെ അഖീദ, സ്വഹാബത്തിന്റെ നിലപാട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആനും ഹദീസും അതിന്റെ വ്യാഖ്യാനവും അത് അമല് ചെയ്യേണ്ട രീതിയും അത് നേർക്ക് നേരെ പഠിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ പിൻപറ്റണം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിത്തറ. അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു. ആ സ്വഹാബത്തിനെ പിൻപറ്റണം, അത് നിർബന്ധം. ആ സ്വഹാബത്തിന്റെ മാർഗം എപ്പോ നമ്മൾ ഒഴിവാക്കുന്നോ ഉപേക്ഷിക്കുന്നോ ആ സന്ദർഭത്തിൽ അവിടെ ബിദ്അത്ത് കയറി വരും. ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച ഒന്നാമത്തെ ബിദ്അത്ത് തന്നെ ഖവാരിജുകളുടെ ബിദ്അത്ത്. അതെന്തായിരുന്നു? ഈ ഒരു മാർഗം വിശുദ്ധ ഖുർആന്റെ ആയത്തിന് തെറ്റായ അർത്ഥം കൊടുത്തു. അതോടുകൂടിയിട്ട് ഒന്നാമത്തെ ഭിന്നിപ്പ് അവിടെ സംഭവിച്ചു. സിഫീൻ യുദ്ധം, അതിനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടുപേരെ വിധികർത്താക്കളാക്കി അതിനെതിരായിക്കൊണ്ട് ഖവാരിജുകൾ ആയത്ത് തെളിവായിട്ട് ഉദ്ധരിച്ചു. ഇലിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. തെറ്റായിട്ട് ആ അർത്ഥത്തെ അവർ വ്യാഖ്യാനിച്ചു, ആയത്തിനെ വ്യാഖ്യാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത പുതിയൊരു വ്യാഖ്യാനം. അതാണ് അഖീദയിൽ അല്ലെ, വതർക്കുൽ ബിദ്അഇ. കണ്ടോ, സ്വഹാബത്തിന്റെ മാർഗം വിട്ടു. അവിടെ ആ ആയത്തിന് ഇലിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്ത്, അത് സ്വഹാബത്ത് കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ടാണ്. അവര് ഖവാരിജുകൾ പറഞ്ഞ ആ ഒരർത്ഥം അത് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത അർത്ഥമാണ്. അങ്ങനെ തെറ്റായ അർത്ഥം അവർ കൊടുത്തു. അങ്ങനെ ഭിന്നിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഒന്നാമത്തെ ബിദ്അഇ കക്ഷിയാണ് ആര്? ഖവാരിജുകൾ. അത് ഇങ്ങനെ സംഭവിച്ചതാണ്. പിന്നീട് അതിന് ശേഷമുള്ള ഓരോന്നും ഖദരിയ്യത്ത്, റാഫിളിയ്യത്ത്, ജഹ്മിയ്യത്ത്, ഇങ്ങനെ മുഅ്തസിലത്ത്, അതിന്റെ അവാന്തര വിഭാഗങ്ങൾ ഒക്കെ ഈ അടിസ്ഥാനപരമായ ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനപരമായ അസ്ലുകളായിട്ട് പഠിപ്പിച്ച ഈ കാര്യം, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നും മുസ്ലിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറിയത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്നും ആധുനിക കാലഘട്ടത്തിലും ഭിന്നിപ്പുകൾ, ഇഖ്തിലാഫുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെയൊക്കെ മൂല കാരണം നമ്മൾ പരിശോധിച്ചാല് ഈ സലഫിന്റെ മൻഹജിൽ നിന്ന് വേറിട്ട ഒരു നിലപാട് അത് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തമ്മിൽ നടക്കുന്ന ചർച്ച, ആ ചർച്ചയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഭിന്നിക്കുന്നത് എന്നുള്ളത്. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണാം. എങ്ങനെയാണ്? അവരുടെ ഖിബില ഒന്നാണ്, അവരുടെ പ്രവാചകൻ ഒന്നാണ്, അവരുടെ കിതാബ് ഒന്നാണ്, എന്നിട്ടും എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഭിന്നിക്കുന്നു എന്ന് രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് തെറ്റായ അർത്ഥം, അള്ളാഹ് കൊടുക്കാത്ത അർത്ഥം, സഹാബത്ത് കൊടുക്കാത്ത അർത്ഥം അവർ കൊടുക്കുന്നു. അവരുടെ തെന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ആയത്തുകളെ, ഹദീസുകളെ അവർ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഭിന്നിച്ചു പോയതെന്നാ
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി പ്രധാനപ്പെട്ട ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഒന്നുകൂടി അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഉസൂലുസ്സുന്നത്തി ഇൻദനാ, നമ്മുടെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ അത്തമസ്സുകു, മുറുകെ പിടിക്കലാണ്. ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നാണോ മുറുകെ പിടിച്ചത്, ഏതൊരു ആദർശമാണോ സ്വീകരിച്ചത്, അത് മുറുകെ പിടിക്കലും അവരെ മാതൃകയാക്കലുമാണ്. വതർക്കുൽ ബിദ്അഇ, പുതിയ മതത്തിൽ പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കലാണ്, വെടിയലുമാണ് സുന്നത്തിന്റെ അടിത്തറ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറ. കാരണം വകുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തുകളും ഫഹിയ ദലാല, അത് ദുർമാർഗമാണ്. അപ്പോ എല്ലാ ബിദ്അത്തുകളും അത് ദുർമാർഗമാണ്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല. പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തുമാകട്ടെ, അത് നമുക്ക് എത്ര നല്ലതായി തോന്നിയാലും ശരി, അതൊക്കെ ബിദ്അത്തുകളാണ്. ഇനി അഹ്ലുൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്, അതാണ് ഇനി അടുത്ത് വരുന്നത്. അതവിടെ നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. എന്താണ് സുന്നത്ത്, ആരാണ് സഹാബി, സുന്നത്തിന്റെ വകുപ്പുകൾ എന്തൊക്കെയാണ്, എന്താണ് ബിദ്അത്ത്, അതിന്റെ ലഗവിയായിട്ടുള്ള അർത്ഥം, അതിന്റെ ശർഈ ആയിട്ടുള്ള അർത്ഥം, അതിന്റെ ഇനങ്ങൾ, അത് ഏതിലൊക്കെ ബിദ്അത്തുകൾ വരാം, അതിന്റെ 6 വിശേഷണങ്ങൾ, അതിന്റെ ബാക്കിയുള്ള ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകള്, എല്ലാ ബിദ്അത്തുകളും തള്ളപ്പെടേണ്ടതാണ്. അതൊക്കെ വലാലത്താണ്, അതൊക്കെ നരകത്തിലേക്കാണ്. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞൊരു ഇനല്ല, അതിന് തെളിവായിട്ട് പിടിക്കുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ വാചകമാണ്. യഥാർത്ഥത്തിൽ അത് ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു വിഷയങ്ങൾ പഠിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അത് ജീവിതത്തിൽ അമലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.